ഹലോ എവരിവൺ, ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ 2025 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷന്റെ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 വീക്കോളം ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് പലരും ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്. അക്കൗണ്ടിൽ നിന്ന് ഫീ ഡെബിറ്റ് ആവുകയും ചെയ്തു, പക്ഷേ എക്സാം രജിസ്ട്രേഷന്റെ പോർട്ടലിൽ ഫീ റിഫ്ലക്ട് ആവാത്ത ഒരു ഇഷ്യൂ ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെങ്ങനെയാണ് നമുക്കത് ഓക്കെ ആക്കാമെന്നും അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഡ്രാഫ്റ്റ് എന്നാണ് സ്റ്റാറ്റസ് കാണിക്കുന്നതെങ്കിൽ എങ്ങനെ ഡ്രാഫ്റ്റ് മാറ്റി സബ്മിറ്റഡ് എന്നാക്കാം, എക്സാം രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സോ അതിനുശേഷവും ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ്, സ്റ്റിൽ നമുക്ക് ആ ഒരു ഇഷ്യൂ റിസോൾവ് ആയിട്ടില്ല, ഇപ്പോഴും ഡ്രാഫ്റ്റ് എന്ന് തന്നെയാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. ഓൾസോ ഫീ അക്കൗണ്ടിൽ നിന്ന് പോവുകയും ചെയ്തു, ആ പോയ ഫീ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ചിലർ ചോദിച്ച കാര്യമാണ്, രജിസ്ട്രേഷൻ ഒരു തവണ ഫെയിലായി എന്ന് പറഞ്ഞ് 2, 3, 4 തവണയൊക്കെ അഗെയിൻ റിപ്പീറ്റഡ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അതുപോലെ 2, 3 തവണ ഫീ നഷ്ടപ്പെട്ടവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയ ഫീ ഒക്കെ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്നും ഇന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ് ആണ്, കുറച്ച് പേര് ചോദിച്ചതാണ്, നമുക്ക് ഓൾറെഡി എക്സാം ഫോം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു, ഇനി അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ, പുതിയ സബ്ജക്റ്റ് ആഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ എന്നും ചോദിക്കുന്നുണ്ട്. സോ ഇങ്ങനെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡൗട്ട്സുകളുണ്ട്, അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം നമുക്ക് ഏറ്റവും കൂടുതൽ പേര് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. കഴിഞ്ഞ തവണ വരെ എക്സാം രജിസ്ട്രേഷനൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ 2, 3 തവണയൊക്കെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമായിരുന്നു. മീൻസ് ഇപ്പോൾ എനിക്ക് ഒരു 5 സബ്ജക്റ്റാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തു, ഫീയും അടച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് ഒരു സബ്ജക്റ്റ് കൂടെ, ഒരു സപ്ലൈ ഉണ്ട്, അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം, അതുകൂടെ രജിസ്റ്റർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഈസി ആയിട്ട് എഗെയിൻ ആ ഒരു രജിസ്ട്രേഷൻ പോർട്ടലിൽ ചെന്ന് ഫീ അടച്ച് നമുക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്തവണയും അത് പറ്റുമെന്ന് എല്ലാവരും കരുതി, ഞങ്ങളും കരുതി. പക്ഷേ ഇത്തവണ വെബ്സൈറ്റ് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അതുകൊണ്ട് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണത്തെ അപ്ഡേറ്റ് പ്രകാരം ഒരു സ്റ്റുഡൻറ്റിന് ഒരു സെക്ഷനിൽ ഒറ്റ രജിസ്ട്രേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അതായത് നിങ്ങളൊരു 3 സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു 4 സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എക്സാം ഫീ അടച്ച് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ രജിസ്ട്രേഷൻ അവിടെ കൊണ്ട് കഴിഞ്ഞു. അതിലേക്ക് നിങ്ങൾക്ക് ഇനി രജിസ്ട്രേഷൻ പുതുക്കുവാനോ പുതിയ സബ്ജക്റ്റുകൾ ആഡ് ചെയ്യുവാനോ സാധിക്കുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് കൂടെ വന്നേക്കാം, എനിക്കൊരു 2 സബ്ജക്റ്റ് കൂടെ എങ്ങനെയെങ്കിലും ഈ ഒരു ജൂണിൽ എഴുതണം എന്നുണ്ടായിരുന്നു, അതിനൂടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു വഴിയുമില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അപ്ഡേറ്റും ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതെങ്കിലും സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇനിയും എഴുതാൻ താല്പര്യമുണ്ട്, ഇനിയും രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഡിസംബർ എക്സാമിന് മാത്രമേ പറ്റുള്ളൂ. പെൻഡിങ് ഉള്ള എല്ലാ എക്സാമും ഇനി ഡിസംബറിൽ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ മാത്രം ഈ ജൂണിൽ എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അസൈൻമെന്റ് ഒക്കെ രജിസ്റ്റർ ചെയ്തതിൻ്റെയും ചെയ്യാത്തതിൻ്റെ എല്ലാം സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത് മാത്രമേ വെക്കാവുള്ളൂ എന്നൊന്നുമില്ല. അസൈൻമെന്റുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുക. എക്സാം അടുത്ത ടേം ആൻഡ് എക്സാമിനേഷന് ഡിസംബറിൽ എഴുതിയെടുക്കുക, അത് മാത്രമേ ഇപ്പോൾ നിലവിലൊരു വഴിയുള്ളൂ. അപ്പോൾ റിപ്പീറ്റഡ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അറിയിക്കുന്നതാണ് കേട്ടോ. നിലവിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയല്ലോ. അതുപോലെ രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ 1 വീക്ക് ആയപ്പോൾ തന്നെ വടകര RCയുടെ ഒക്കെ അണ്ടറിലുള്ള പല സെന്റേഴ്സും നമുക്ക് മെയിൻ സബ്ജക്ട്സിനൊക്കെ ഫില്ലാണ്, സീറ്റ് ഇല്ലാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ സീറ്റ് ഇല്ല, നിങ്ങൾക്ക് വേറെ ജില്ലകളിലൊന്നും പോയി എക്സാം എഴുതാൻ പറ്റില്ല, ദൂരെ കൂടുതലൊക്കെ ഇഷ്യൂ ആണെങ്കിൽ അങ്ങനെയുള്ള എക്സാംസും ഡിസംബറിലേക്ക് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അല്ലാതെ അതിനൊന്നും വേറെ വഴിയില്ല. സീറ്റുകളൊന്നും ഇനി അങ്ങനെ പുതിയതായിട്ടൊന്നും ആഡാവില്ല, ഇപ്പോഴുള്ള സീറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളിൽ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുക. സീറ്റ് കിട്ടാത്ത സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഡിസംബറിലേക്ക് മാറ്റിവെക്കും. ചില സ്റ്റുഡൻസിന് എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട സബ്ജക്ട്സുകൾ രജിസ്ട്രേഷൻ ഫോമിൽ കാണിക്കാറില്ല. മീൻസ് ഇപ്പോൾ MCOM സ്റ്റുഡൻസ് ആണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ടും ഫേസ് ചെയ്തത്. അവർക്കിപ്പോൾ ഫസ്റ്റ് സെമ്മിൻ്റെ സബ്ജക്റ്റുകൾ കാണിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവർ രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണ്. ചിലപ്പോൾ ഒരു സബ്ജക്റ്റോ 2 സബ്ജക്റ്റോ നമുക്ക് വേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു ലിസ്റ്റിൽ കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ വീഡിയോയിലൊരു മെയിൽ ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്.
registrar@icno.ac.in ആ ഒരു മെയിലിലേക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലുള്ള ആ ഒരു ഇമെയിൽ ഫോർമാറ്റ്, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പിൽ ഒരു ഇമെയിൽ ഫോർമാറ്റ് അയക്കുക കേട്ടോ. അതിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പ്രോഗ്രാം കോഡ്, അതുപോലെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ലിസ്റ്റിൽ കാണിക്കാത്തത് എന്നുള്ള സബ്ജക്റ്റിൻ്റെ കോഡെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ പിറ്റേന്നോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ആണോ എക്സാം ഫോമിൽ റിഫ്ലക്റ്റ് ആവാത്തത് അതെല്ലാം കാണിക്കുന്നതാണ്. കൂടുതലും ഫ്രഷ് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ 2025 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഇപ്പോൾ വന്നിട്ടില്ല, രജിസ്റ്റർ ചെയ്യേണ്ട സമയമില്ല എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താണ്, നമ്മൾ ഇനി പേയ്മെന്റ് സെക്ഷനിലോട്ട് പോവാം. അതായത് പേയ്മെന്റ് നഷ്ടപ്പെട്ട സ്റ്റുഡൻസിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് പറയാം. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്രാഫ്റ്റ് എന്ന് ആണ് ഇപ്പോഴും സ്റ്റാറ്റസ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പേയ്മെന്റിന്റെ മൈ പേയ്മെന്റിൽ ചെക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് കൊടുത്തിട്ടും പേയ്മെന്റ് റെഡി ആയിട്ടില്ല, ഫെയിൽ എന്നാണ് കാണിക്കുന്നതെങ്കിൽ, ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഫെയിൽ ആണ് കാണിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് റീഫണ്ട് ആവേണ്ടതാണ്. നമ്മൾ വഴിയൊക്കെ ചെയ്ത കുറച്ച് കുട്ടികൾക്കൊക്കെ പിറ്റേന്ന് 24 hours അല്ലെങ്കിൽ 48 hours തന്നെ റീഫണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഒരു പ്രൊസീജിയറും ചെയ്യാതെ ഓട്ടോ റീഫണ്ട് ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കുക. ഇൻ കേസ് 2-3 ദിവസം ആയിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ട ഫീസ് തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ ഞാൻ വീഡിയോയിൽ ഒരു ഇഗ്നോയുടെ ഒഫീഷ്യൽ മെയിൽ ID കാണിക്കാം. റീഫണ്ട് സെക്ഷൻ്റെ മെയിലാണ്, ഇഗ്നോയുടെ റീഫണ്ട് സെക്ഷൻ്റെ ഹാൻഡിൽ ചെയ്യുന്ന മെയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എന്നാണ് ഈ ഒരു ഫണ്ട് നഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു പ്രൂഫ്, അതായത് പേയ്മെൻറ്റിൻ്റെ ആ ഒരു പ്രൂഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ, പേര്, എത്രാം തീയതിയാണ് പോയത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മെയിൽ വീഡിയോയിൽ കാണുന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ മറക്കാതെ ഈ ഒരു ഇമെയിലിൽ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട്. അതിൽ നിർബന്ധമായിട്ടും ട്രാൻസാക്ഷൻ ID ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ചെക്ക് ചെയ്ത് റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ട്രാൻസാക്ഷൻ ID ഉള്ള ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഇഗ്നോ ID കാർഡും അറ്റാച്ച് ചെയ്ത് വേണം ഇമെയിൽ അയക്കാൻ. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു 1 വീക്കിനുള്ളിലൊക്കെ തന്നെ റീഫണ്ട് ആവുന്നതാണ്, ഓട്ടോ റീഫണ്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ചില സ്റ്റുഡൻസ് ഒരു തവണ ചെയ്ത പേയ്മെൻറ്റ് ശരിയായില്ല എന്ന് പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2-3 തവണ ഫീ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരും സെയിം സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പോൾ അതിൽ മെയിലിൽ പറയണം നമ്മൾ 3ാമത് ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ 4ാമത് ചെയ്തപ്പോഴാണ് ട്രാൻസാക്ഷൻ സക്സസ് ആയത്, അപ്പോൾ ഇത്രയും തവണ ഫീ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ ട്രാൻസാക്ഷൻ ID ഉള്ള പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അറ്റാച്ച് ചെയ്ത് ഇതേ രീതിയിൽ മെയിൽ അയക്കുക, എങ്കിൽ റീഫണ്ട് ആവുന്നതാണ്. സോ അത് വളരെ എളുപ്പമുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നിലവിൽ എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി April 20 ആണ്. അപ്പോൾ അത്രയും വരെയൊന്നും ആരും വെയിറ്റ് ചെയ്യരുത്, നേരത്തെ തന്നെ രജിസ്ട്രേഷൻ ചെയ്യുക. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാനും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നമ്മളുടെ പ്രോഗ്രാം വൈസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.